നമ്മളെ സംബന്ധിച്ച് വളരെ സന്തോഷം നൽകുന്ന, വളരെ അനുഗ്രഹപൂരിതമായ ഒരു പ്രഭാതത്തിലാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ നിൽക്കുന്നത്. ഭാരതം ലോകത്തിന് തന്നെ ആത്മവിദ്യയെ പഠിപ്പിച്ച നാടാണ്. ലോകത്തിലെ മറ്റ് രാജ്യങ്ങളെല്ലാം അല്ലെങ്കിൽ മറ്റ് സംസ്കാരങ്ങളെല്ലാം മനുഷ്യൻ്റെ ബാഹ്യമായ സുഖസൗകര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഭാരതം മാത്രം മനുഷ്യൻ്റെ ആന്തരികമായ പരിപൂർണതയെക്കുറിച്ചും ആന്തരികമായ സംതൃപ്തിയെക്കുറിച്ചും ചിന്തിച്ച നാടാണ്. ആ ഭാരതം ആവിഷ്കരിച്ച ശാസ്ത്രത്തെ ലോകം മുഴുവൻ പ്രചരിപ്പിക്കാൻ അനേകം ഋഷിവര്യന്മാർ ഭാരതത്തിൽ നിന്ന് പിറവികൊണ്ടു. അനേകം ഗ്രന്ഥങ്ങൾ ആ തത്വസംഹിതകളായി പരിണമിച്ചു. ആ ഗ്രന്ഥങ്ങളുടെ പ്രകാശത്തെ പിന്നീട് കാലാതിവർത്തിയായ ഒരു ദീപസ്തംഭമാക്കി മാറ്റുന്നതിന് ഈ ആചാര്യന്മാർ നീണ്ടകാലം പരിശ്രമിച്ചു. അങ്ങനെ ഭാരതത്തിൻ്റെ നന്മയെ, ഭാരതത്തിൻ്റെ ശാസ്ത്രീയമായ തെളിച്ചത്തെ ലോകത്തിലേക്ക് പ്രസരിപ്പിച്ച മഹാത്മാവാണ് പൂജ്യ ഗുരുദേവ് എന്ന് ചിന്മയ മിഷനിൽ എല്ലാവരും അഭിമാനത്തോടെ, ബഹുമാനത്തോടെ, ആദരവോടെ അഭിസംബോധന ചെയ്യുന്ന സ്വാമി ചിന്മയാനന്ദ. അദ്ദേഹത്തിൻ്റെ ശിഷ്യ പരമ്പരയിലെ ഏറ്റവും പുതിയ അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു ആചാര്യൻ സ്വാമി അശേഷാനന്ദ. അദ്ദേഹം ഇന്ന് ഇവിടെ ചിന്മയ അമൃത മഹോത്സവത്തിൻ്റെ ഭാഗമായി നിങ്ങളോട് സംസാരിക്കുന്നതിനായി എത്തിച്ചേർന്നിരിക്കുകയാണ്. നേരത്തെ അസംബ്ലിയിൽ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സർ സൂചിപ്പിച്ചതുപോലെ ഭാരതത്തിൻ്റെ ആത്മീയത നൽകുന്ന അറിവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമെന്ന നിലയ്ക്ക് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രന്ഥമായ മോക്ഷപ്രദീപത്തിൽ ഭഗവത്ഗീത സാരം എന്ന വിസ്തൃതമായ അധ്യായത്തിൽ ഭഗവത്ഗീത എങ്ങനെയാണ് യോഗശാസ്ത്രത്തിൻ്റെ ഗ്രന്ഥമായി മാറുന്നത് എന്ന് വിശദമായി അവതരിപ്പിക്കുന്നുണ്ട്. ഗുരുകുലത്തിൻ്റെ കുരുന്നുകൾ എന്ന നിലയ്ക്ക് നിങ്ങളിൽ പലരും അത് പരിചയപ്പെട്ടിരിക്കാം. ഇവിടെ ഭഗവത്ഗീതയെ ആയുധമാക്കി, ഭഗവത്ഗീതയെ കരുത്താക്കി, ഭഗവത്ഗീതയെ ആത്മാവാക്കി ലോകം മുഴുവൻ സഞ്ചരിച്ച് ഭഗവത്ഗീതയുടെ തത്വങ്ങളെ ലോകം മുഴുവൻ പ്രചരിപ്പിച്ച സ്വാമിജിയുടെ ചിന്മയ മിഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് 75 വയസ്സിൻ്റെ ചെറുപ്പം ഇപ്പോൾ പൂർത്തിയാവുകയാണ്. 75 വയസ്സിൻ്റെ ചെറുപ്പം എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നതിന് കാരണം ഇപ്പോഴും ആ ലക്ഷ്യം, വളരെ വിസ്തൃതമായ ആ ലക്ഷ്യത്തിൻ്റെ ഒരു യൗവന കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നിട്ടുള്ളൂ. അതിനിയും ഒരുപാട് വിശാലമായ അർത്ഥത്തിൽ പൂർത്തിയാക്കാനുണ്ട്. അതിന് ഇദ്ദേഹത്തെ പോലെയുള്ള മഹാത്മാക്കളുടെ പരിശ്രമം വളരെ വലിയ ഊർജ്ജമാണ് പകർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അഭിമാനത്തോടു കൂടി ഓർക്കാം. ഇവിടെ ഭഗവത്ഗീതയുടെ 15-ാം അധ്യായം നിങ്ങളുമായിട്ട് അതിൻ്റെ ആശയം പങ്കുവെച്ച് അത് നിങ്ങളെ കൊണ്ട് ചൊല്ലിക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് സ്വാമിജി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. കേരളം മുഴുവൻ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ കൊണ്ട്, ലോകം മുഴുവൻ കോടിക്കണക്കിന് മനുഷ്യരെ കൊണ്ട് ഈ വർഷത്തിൽ ഭഗവത്ഗീത ചൊല്ലിക്കുക, അവരിലേക്ക് ഭഗവത്ഗീത എത്തിക്കുക എന്നതാണ് ചിന്മയ അമൃത മഹോത്സവത്തിൻ്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം, മറ്റനേകം ലക്ഷ്യങ്ങൾക്കൊപ്പം. ഈ അവസരത്തിൽ നിങ്ങളോട് സംവദിക്കുന്നതിനും നിങ്ങളെ അനുഗ്രഹിക്കുന്നതിനും നിങ്ങളിലേക്ക് ഭഗവത്ഗീതയുടെ പ്രകാശം എത്തിക്കുന്നതിനുമായി ഇവിടെ എത്തിച്ചേർന്ന സ്വാമിജിയെ ഗുരുകുലം കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്നേഹാദരപൂർവ്വം, ഭക്തിയാദരപൂർവ്വം സഹർഷം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. സ്വാമിയുടെ വന്നതിൻ്റെ പശ്ചാത്തലം ഓൾറെഡി ഹരിഭാർ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഭാരതത്തിൻ്റെ 2 മഹത്തായ ചരിത്രം അഥവാ ഹിസ്റ്ററി ആണ് മഹാഭാരതവും രാമായണവും. ഇതിഹാസം എന്നാണ് ഇത് പറയാം. ഇതിഹാസം എന്ന വാക്കിനർത്ഥം ഇതി ഹ ആസ എന്നാണ്. 3 വേർഡാണ്. ദസ് ഇറ്റ് ഹാപ്പൻഡ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ ഹിസ്റ്ററി. ആ മഹാഭാരതത്തിൽ ഒരു മാലയ്ക്ക് ഒരു പതക്കം പോലെ ഭഗവത്ഗീത വ്യാസമഹർഷി എഴുതിച്ചേർത്തിരിക്കുക. 1,00,000-ലധികം ശ്ലോകമുള്ള മഹാഭാരതത്തിൽ 700 ശ്ലോകങ്ങളിൽ ഈ ശ്രീമദ് ഭഗവത്ഗീത ഒരു മഹാരത്നമായിട്ട് ജ്വലിക്കുക.
നമ്മളൊരു മെഷീൻ വാങ്ങിയാൽ ആ മെഷീൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അതിനൊരു മാനുവൽ ഉണ്ടാവില്ലേ? ഒരു മൊബൈൽ വാങ്ങട്ടെ, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ വാങ്ങട്ടെ, എന്ത് വാങ്ങിയാലും ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാനുള്ള ഒരു ഗൈഡൻസ് ഉണ്ടാവില്ലേ? ഒരു മാനുവൽ, ഒരു ഹാൻഡ് ബുക്ക്. എങ്ങനെയാണ് ഈ മനുഷ്യ ശരീരം എന്ന മഹാമെഷീൻ, സാധാരണ മെഷീൻ പോലെയല്ല, ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് മെഷീൻ ഇൻ ദ യൂണിവേഴ്സ്, എന്തെല്ലാം മെഷീൻ കൂട്ടിച്ചേർത്തുണ്ടാക്കിയ ഒരു അസംബ്ലേജാണ് നമ്മുടെ ബോഡി അല്ലേ? ഹാർട്ട്, ലങ്സ്, കിഡ്നി, പാൻക്രിയാസ്, വൻകുടൽ, ചെറുകുടൽ, പ്ലീഹ, ബ്രെയിൻ, മൈൻഡ്, എന്തൊക്കെയാലേ? ഇതൊക്കെ ചേർത്ത കുറേ മെഷീൻസ് ചേർത്ത് വച്ചിട്ടുള്ള വലിയൊരു മെഷീനത്. അപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു മെഷീൻ ഇറക്കുമ്പോൾ ആ മെഷീൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്? അതുകൊണ്ട് നമുക്കും നാം താമസിക്കുന്ന ജീവിക്കുന്ന ഈ ലോകത്തിനും ഏറ്റവും കൂടുതൽ ബ്ലെസ്സിങ് ആവാൻ പറ്റുക എന്ന് ഏതൊരു മാനുഫാക്ചറിങ് കമ്പനി പോലെ ഈ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം ഒരു മാനുവൽ ഇറക്കാണ്ടിരിക്കുമോ? ഉണ്ടാവണ്ടേ? നമ്മൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്താ ഇതിനൊരു മാനുവൽ വേണോ വേണ്ടയോ? ഉണ്ടായേ പറ്റുമല്ലേ? ഉണ്ട്. അതാണ് സ്ക്രിപ്റ്റേഴ്സ്. അടിസ്ഥാനം, ഭാരതത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം വേദമാണ്. ആ വേദത്തിൻ്റെ മുഴുവൻ സാരം, എസൻസാണ് ഉപനിഷത്ത്, വേദാന്തം എന്ന് പറയും. മനസ്സിലായോ? ആ വേദാന്തത്തിൻ്റെ, ഉപനിഷത്തിൻ്റെ എസൻസാണ് ഭഗവത്ഗീത. ആ ഭഗവത്ഗീത 18 അധ്യായ, അതിൻ്റെ എസൻസാണ് 15 അധ്യായം. അതുകൊണ്ടാണ് ചിന്മയ മിഷൻ ഈ 15 അധ്യായം കേവലം 20 ശ്ലോകങ്ങളേ ഉള്ളൂ. പക്ഷെ ആ 20 ശ്ലോകം 20 മുത്തുകളാണ്. മുഴുവൻ ശാസ്ത്രസാരം അഥവാ വേദസാരം ഈ 15-ാം അധ്യായം എന്ന 20 ശ്ലോകങ്ങളിൽ ഉള്ളടക്കിയിരിക്കുകയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഇത് ശരിക്കും ആഴത്തിൽ നമ്മൾ പഠിച്ചാൽ നാമും സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധം, നമ്മളും സൃഷ്ടിജാലങ്ങളും തമ്മിലുള്ള ബന്ധം നമുക്ക് മനസ്സിലാവും. ഇതറിയാത്തത് കൊണ്ടാണ് നമ്മൾ ദൈവത്തിനെ നമ്മളിൽ നിന്ന് അകലെ ദൂരെ എവിടെയോ ലോകത്തിൽ വയ്ക്കുക. നമ്മളിലൊന്നുമില്ല എന്ന വിചാരം. അല്ലെങ്കിൽ ഏതെങ്കിലും ചർച്ചിലോ മൊസ്കിലോ പള്ളിയിലോ ഗുരുദ്വാരയിലോ ടെമ്പിളിലോ മാത്രമാണ് കാണുന്നത് നമ്മൾ, അല്ലേ? അങ്ങനെയല്ല. ഈ അധ്യായത്തിൽ ഭഗവാൻ റിവീൽ ചെയ്യുന്നു, സർവസ്യജാഹം ഹൃദി സന്നിവിഷ്ട, ഐ ആം പ്രസൻറ്റ് ഇൻ ഓൾ ഹാർട്ട്സ്. നമ്മളങ്ങനെ മനസ്സിലാക്കിയ എന്ത് ഗുണമുണ്ടായേനെ? ഈശ്വരനെ നമ്മുടെ ഹൃദയത്തിലാണ് നമ്മൾ ഓരോരുത്തരും പ്രതിഷ്ഠിക്കേണ്ടത്. ഹൃദയത്തിലാണുള്ളത്. ഹൃദയവാസിയായിട്ട് ദൈവത്തിനെ കാണുന്നവരാണ് ഭാഗ്യശാലികൾ. എന്താ അങ്ങനെ കണ്ട ഗുണം? എൻ്റെ ഉള്ളിൽ ഉള്ള അതേ ദൈവമാണ്, ആ ട്രൂത്താണ്, ആ റിയാലിറ്റിയാണ്. ഈശ്വരൻ ദൈവം എന്നും റിലിജിയനിൽ പറയും, സയൻറ്റിസ്റ്റ് എന്ന് പറയും ട്രൂത്ത്, റിയാലിറ്റി ബിഹൈൻഡ് ദ വേൾഡ്, യൂണിവേഴ്സ്. ആ സത്യം നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്, ആ ഡിവൈൻ. ഇത് തിരിച്ചറിഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് പരസ്പരമുള്ളതായ മനോഭാവം? ദൈവത്തിനോടുള്ള ഭക്തി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പൂജ്യ ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി പറഞ്ഞു ഗുളികയായിട്ട്, ദൈവത്തിനോടുള്ള ഭക്തി എന്ന് പറഞ്ഞാൽ ജനങ്ങളോടുള്ള ഭക്തി പരമാത്മാവിനോടുള്ള ഭക്തിയാണെന്ന്. അങ്ങനെ റിലിജിയൻസ് ഇന്ന് നടക്കണില്ല. റിലിജിയൻ്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ രക്തച്ചൊരിച്ചുകൾ ഉണ്ടാവണേ, അല്ലേ? എന്തുകൊണ്ട്? സ്പിരിച്വാലിറ്റി ഇല്ല അവിടെ. സ്പിരിച്വാലിറ്റിയും റിലിജിയനും രണ്ടാണ്. സ്പിരിച്വാലിറ്റി ട്രൂത്തിൻ്റെ അന്വേഷണമാണ്, സത്യത്തിൻ്റെ അന്വേഷണമാണ്. അതാണ് എല്ലാവരും. ബ്രഹ്മാനന്ദ സ്വാമികൾ മോക്ഷപ്രദീപത്തിൽ അതാണ് പറഞ്ഞു വെച്ചത്. ഇതാണ് സത്യം. ആ സത്യം അറിഞ്ഞാൽ, മാഷ് ഞങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യായിരുന്നു. ധാരാളം ഞാൻ കേട്ടിട്ടുണ്ട്. കൊല്ലങ്കോട് നമ്മുടെ ചിന്മയ വിദ്യാലയം തൊട്ടടുത്താണ് സ്വാമിയുടെ ജന്മസ്ഥലം, ഗൃഹം, ബ്രഹ്മാനന്ദ ശിവസ്വാമിയുടെ. ആ തിരുവിലാണ്. അതതിനെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. ഗുരുദേവനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചിന്മയാനന്ദ സ്വാമിജിയും. അപ്പോൾ എന്താണ് അടിസ്ഥാനം? നല്ല മനുഷ്യരെ സൃഷ്ടിക്കുക, അല്ലേ? സ്നേഹമാണ് ദൈവം എന്ന് പറയാറുണ്ട്, അല്ലേ? അപ്പോൾ ഞാൻ ഒരു ഡിവോട്ടിയാണ്, ഏത് റിലിജിയനാവട്ടെ, ഞാനൊരു ദൈവഭക്തനാണെങ്കിൽ എന്താണ് ആ ദൈവഭക്തിയുടെ എക്സ്പ്രഷൻ എന്നിൽ നിന്നുണ്ടാവേണ്ടത്? എൻ്റെ ഫെല്ലോ ബീയിങ്സിനെ എനിക്ക് ഈശ്വരബുദ്ധിയാ സ്നേഹിക്കാറാവണം. ശരിയോ? ജനങ്ങളോടുള്ള ഭക്തി പരമാത്മാവിനോടുള്ള ഭക്തിയാണെന്നും സ്വരാജ്യ സേവനം സർവേശ്വര സേവനമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതാണ് വേദാന്ത രഹസ്യം, ഗീതാരഹസ്യം. ഇതെല്ലാത്തിനെയും
ഉൾക്കൊള്ളുന്ന യൂണിവേഴ്സൽ ഔട്ട്ലുക്ക് അഥവാ യൂണിവേഴ്സൽ വിഷനാണ്. ഇതാണ് ഭാരതം ലോകത്തിന് സംഭാവന ചെയ്തത്. ഇതാണ് സനാതന ധർമ്മത്തിൻ്റെ തനതായ സംഭാവന. ആ ആശയം ഭഗവാൻ ഈ അധ്യായത്തിൽ പറയണു, സർവസ്യജാഹം ഹൃദി സന്നിവിഷ്ട, എല്ലാവരുടെയും ഹൃദയത്തിൽ ഞാനുണ്ട്. എങ്കിൽ പരസ്പരം നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഭാരതത്തിൽ കാണുമ്പോൾ പരസ്പരം വിഷ് ചെയ്യാൻ എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് ഈവനിങ് അല്ല, ഗുഡ് ആഫ്റ്റർനൂൺ അല്ല, പിന്നെന്താ? നമസ്തേ എന്നാണ്. വൈ നമസ്തേ? തേ നമഃ, അങ്ങേക്ക് എൻ്റെ നമസ്കാരം. ആർക്ക്? ഈ ഡെഡ് ബോഡി നമസ്കരിക്കുമോ? ബോഡി ഡെഡാണ്, ഇനർത്താണ്, ഇൻസേൻഷ്യൻ്റ് ആണ്, നമുക്കറിയില്ലേ? ആരപ്പം ഇതിന് സേൻഷ്യൻസി തരണത്? വി ആൾ ആർ എലൈവ് അറ്റ് പ്രസൻറ്റ്, ഇസ് ഇറ്റ് നോട്ട്? വാട്ട് ഈസ് ദാറ്റ് ഫാക്ടർ കോൾഡ് ലൈഫ് ബിക്കോസ് ഓഫ് വിച്ച് വി ആൾ ആർ ലിവിങ് അറ്റ് പ്രസൻറ്റ്? ഹാവ് യു എവർ തോട്ട് ഓഫ് ഇറ്റ്? ദാറ്റ് പ്രിൻസിപ്പിൾ ഈസ് ഗോഡ്, ട്രൂത്ത്, റിയാലിറ്റി. അതാണ് സത്യം. അപ്പോൾ ആ ദൈവത്തിനാണ് നമസ്കാരം. ഓരോരുത്തരെയും ആ സത്യസ്വരൂപനായ ദൈവമായി കാണാനുള്ള ഒരു പരിശീലനം, ഒരു പ്രാക്ടീസ്, അതാണ് നമ്മൾ പരസ്പരം കാണുമ്പോൾ ഭാരതത്തിൽ ചെയ്യുന്ന നമസ്തേ. എല്ലാത്തിനും ഉണ്ട് മീനിങ്. പക്ഷെ നമ്മൾ യാന്ത്രികമായിട്ട് പലപ്പോഴും പലതും ചെയ്യണത്. പക്ഷെ ഭാഷ പറയുന്നു, അർത്ഥം അറിയാണ്ട് പലതും ചെല്ലേണ്ട ശ്ലോകങ്ങൾ. അർത്ഥം അറിയുമ്പോൾ നമുക്ക് ഭാവന വികസിക്കുക. ശരിയല്ലേ? അപ്പോൾ ഈ 20 ശ്ലോകം ഞാനിപ്പോൾ അതിനെ വ്യാഖ്യാനിക്കാൻ പോകണില്ല, അതിനുള്ള സമയമില്ല. പക്ഷേ ഞാൻ ജസ്റ്റ് ഒരു ഹിൻഡ് തന്നതാണ്. നിങ്ങൾ പഠിക്കൂ, അതായത് വ്യാഖ്യാനങ്ങൾ നോക്കിയിട്ട് ഈ ഗീതയുടെ മഹിമ അപ്പം നമുക്ക് മനസ്സിലാകും. അപ്പോഴാണ് അറിയുക സ്വാമി ചിന്മയാനന്ദി ഹിമാലയത്തിൽ പോണ്ടി വന്നത് പഠിക്കാൻ. തപോവന സ്വാമികളുടെ, ശിവാനന്ദ സ്വാമികളുടെ അടുത്ത് പോയിട്ടാണ് സ്വാമി ഇതൊക്കെ മനസ്സിലാക്കിയത്. എന്നിട്ട് ഈ സത്യം കണ്ടെത്തിയപ്പോഴോ സ്വാമിക്ക് തോന്നി എന്നെ മാതിരി എത്രയോ. സ്വാമി ഒരു ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ഒരു സന്തതിയായിരുന്നു. സ്വാമി ഒരു വലിയ എന്താ പറയുക, നാഷണൽ ഹെറാൾഡ് പത്രത്തിലെ വലിയ ജേർണലിസ്റ്റായിരുന്നു. മനസ്സിലായോ? ഭൗതിക മേഖലയിൽ അങ്ങേറ്റത്തെ എന്താ പറയുക ഉച്ചയിലെത്തിയ ആളായിരുന്നു. അവിടുന്നാണ് ഈ ശിവാനന്ദ സ്വാമികളും തപോവന സ്വാമികളും കണ്ട് സ്വാമി ആകെ ട്രാൻസ്ഫോമായിട്ട് ഈ സ്വാമിമാരൊക്കെ വെറുതെ അവിടെ ഇരുന്ന് സുഖിച്ച് ഊണും കഴിച്ച് സുഖമായിട്ട് താമസിക്കുകയാണ്. അവരെ കള്ളത്തരം വെളിയിൽ കൊണ്ടുവരാൻ വേണ്ടി പേപ്പറിൽ എഴുതാൻ വേണ്ടി പോയതാ. ശിവാനന്ദ സ്വാമികളെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയ ആ KPK മേനോൻ, ജേർണലിസ്റ്റ്, നാഷണൽ ഹെറാൾഡ് പത്രത്തിലെ ആ പത്രാധിപൻ, ഒരു വെള്ളിയാഴ്ച പോയി തിങ്കളാഴ്ച റിപ്പോർട്ട് കൊടുക്കാൻ. ആ തിങ്കളാഴ്ച എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും വന്നില്ല എന്നാണ് സ്വാമി പറഞ്ഞത്. അവർ ഇവരുടെ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്തു. മനസ്സിലായോ? നീ ഞങ്ങളിൻ്റെ നിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് നീ കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞത് ശിവാനന്ദ സ്വാമികൾ. മനസ്സിലായോ? ആ അനുഭവ സമ്പന്നന്മാരുടെ പ്രസൻസ് തന്നെ അദ്ദേഹത്തിനെ മാറ്റിമറിച്ചു. അങ്ങനെയാണ് അദ്ദേഹം ഈ സനാതന ധർമ്മത്തിൻ്റെ വക്താവായി 40-ലേറെ വർഷം 1951 ഡിസംബർ 31 പൂനെയിൽ 4 ആളുകളായിട്ട് സ്വാമിയുടെ ലെക്ചറിന് വന്നത്. അത് ദിവസം ചെല്ലുന്തോറും 8 16 100 ദിവസം നീണ്ടു നിന്നു ആ ലെക്ചർ പരമ്പര. 4000 ആളുകളായി. പിന്നെ അവിടുന്ന് എന്താ പറയുക, ഒരു അശ്വമേധം പോലെ യജ്ഞ പരമ്പരകളായിരുന്നു സ്വാമിയുടെ ലാസ്റ്റ് ശ്വാസം നിൽക്കണവരെ. ഒരു യജ്ഞശാലയിൽ യജ്ഞം കഴിഞ്ഞ് അടുത്ത യജ്ഞശാലയിൽ പോണേൻ്റെ ഇടയിലാണ് സ്വാമിയുടെ ഹാർട്ട് നിന്ന് സ്വാമിജി ദൈവത്തിൽ വിജയിക്കുന്നത്. അതായിരുന്നു സ്വാമിയുടെ ദൗത്യം. ഒരു യുവപുരുഷനായിരുന്നു. ലോകം മുഴുവനും ഈ സനാതന ധർമ്മത്തെ പ്രത്യേകിച്ചും ഭഗവത്ഗീതയിലൂടെ എത്തിച്ച വലിയൊരു യുഗപുരുഷൻ. അപ്പോൾ ആ സ്വാമിയുടെ പ്രവർത്തനത്തിൻ്റെ, അതായത് സനാതന ധർമ്മത്തിന് വേണ്ടിയിട്ട് സ്വാമി നിലകൊണ്ടത്. ചിന്മയ മിഷൻ ആ സനാതന ധർമ്മത്തിനെയാണ് ലോകത്തിൽ പഠിപ്പിക്കുന്നത്, പ്രത്യേകിച്ചത് ഭഗവത്ഗീതയിലൂടെ. അതിൻ്റെ 75ാമത്തെ വർഷം തികയുമ്പോൾ കഴിയുന്നത്ര ആളുകളിൽ ഈ ഭഗവത്ഗീതയുടെ അല്ലെങ്കിൽ നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ രഹസ്യമായ ഈ 15ാം അധ്യായം എത്തിക്കണം എന്നുള്ളതാണ് നമ്മുടെ വേൾഡ് ഹെഡായിട്ടുള്ള ഇപ്പോഴത്തെ ഹെഡ് സ്വാമി സ്വരൂപാനന്ദജിയുടെ ആഹ്വാനം. അതനുസരിച്ച് എല്ലായിടത്തും ഓൾ വേൾഡിൽ ചിന്മയാംശ പ്രസ്ഥാനങ്ങളുണ്ട്. അത് നമ്മൾ സമാനമായ ചിന്താഗതിയുള്ള പ്രസ്ഥാനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് അത് പ്രചരിപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ വളരെ വളരെ ഞങ്ങൾ മാഷുമായിട്ട് രാവിലെ സംസാരിക്കുമ്പോൾ സെയിം ഐഡിയ ആണ്. വേദാന്തം എന്ന് പറഞ്ഞാൽ അതാണ്. റിച്വൽസ്, പൂജ, അതൊക്കെ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ക്രീമെന്താണ്? വേദാന്തമാണ്. അതെന്താണ്? എന്താ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ഇത് ഉപകരണങ്ങളൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ കറണ്ട് വേണ്ട അല്ലേ? വേണ്ടേ? നമ്മുടെ ഹാർട്ട് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യണേ? നമ്മുടെ ഉള്ളിൽ ഹൃദയത്തിൽ ഭഗവാൻ ഉണ്ടെന്ന് ഭഗവാൻ പറഞ്ഞു.
എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? എൻ്റെ ഹൃദയത്തിൽ ഭഗവാനുണ്ടോ? ഹാർട്ട് മിടിക്കണ്ടോ? ഹാർട്ട് ഒരു മെഷീനാണ് അല്ലേ? ഇത് പ്രവർത്തിക്കാണ്ടായ പുറത്തെ മെഷീൻ വെച്ചിട്ട് വേണം അതിനെ പഠിപ്പിക്കാൻ, വേണ്ടേ? ICUയിൽ കയറ്റിയിട്ട് അങ്ങനെയല്ലേ കൃത്രിമമായിട്ടല്ലേ ഒരു ആൾ ബന്ധുക്കൾ വരണവരെ വെച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ ഈ ഹാർട്ട് ഇപ്പോൾ നടക്കണം എങ്ങനെയാണ്? ആ ഹാർട്ട് നടത്തുന്നത് ഭഗവത് പ്രസൻസാണ്. ദാറ്റ് കോൺഷ്യസ്നെസ് നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ നമ്മുടെ ഈ ശരീരവും മനസ്സും ബുദ്ധിയൊക്കെ എങ്ങനെ സചേതനമാകും? മനസ്സിലായോ? അതാണ് ഇൻലിവൻ ചെയ്യുന്നത് നമ്മളെ. നമ്മുടെ ഓരോ തോട്ട്സിനെയും ആരാ ഇലൂമിൻ ചെയ്യുന്നേ? നമ്മുടെ ഓരോ എക്സ്പീരിയൻസിനെയും ആരാ സാധ്യമാക്കുന്നത്? വലിയൊരു ഫാക്ടർ വേണ്ടേ? യു ആർ അവെയർ ഓഫ് യുവർ തോട്ട്സ്, ഇമോഷൻസ്, ഫീലിങ്സ്, ഓൾ യുവർ എക്സ്പീരിയൻസസ്, isn't it? Without that awareness, can it possible? Is it possible? ദാറ്റ് അവെയർനെസ് പ്രിൻസിപ്പിൾ ഭഗവാന് വളരെ സയൻറ്റിഫിക്കായി പറയാം. ദ കോൺഷ്യസ്നെസ് എന്ന് പറയും, അവെയർനെസ് എന്നൊക്കെ നമുക്ക് ഇന്നത്തെ ഭാഷയിൽ പറയാം. അഥവാ മോസ്റ്റ് ലവിങ് എനർജി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇന്ന് എനർജിയുടെ കാലമാണ് അല്ലേ? അതില്ലെങ്കിലോ ഈ മാറ്റർ വെസ്റ്റേഴ്സാണ് ഈ ബോഡി. ഇതെങ്ങനെ ഫങ്ഷൻ ചെയ്യും അല്ലേ? അപ്പോൾ ദ വെരി എക്സിസ്റ്റൻസ് ഓഫ് അവർ ലൈഫ്, ഞാനുണ്ട് അല്ലേ? നമ്മളൊക്കെ പറയണത് ഞാനുണ്ട്, നിങ്ങളുണ്ട്, ഈ വേൾഡ് ഉണ്ട് എന്ന് അല്ലേ? ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതിനാരാ എക്സിസ്റ്റൻസ് ഉണ്മ കൊടുക്കുന്നത്? ദാറ്റ് വെരി എക്സിസ്റ്റൻറ്റ് പ്രിൻസിപ്പിൾ ഈസ് ഗോഡ്, ട്രൂത്ത്. മനസ്സിലായോ? എക്സിസ്റ്റൻസ്, കോൺഷ്യസ്നെസ്, ബ്ലിസ്, ഇതാണ് ഈശ്വരന് ഋഷി കൽപ്പിച്ചത് വേദാന്തത്തിൽ. എക്സിസ്റ്റൻസ്, കോൺഷ്യസ്നെസ്, ബ്ലിസ്. ഇത് ആർക്കും അംഗീകരിക്കാൻ പറ്റാത്തത്? ഇത് സോ സയൻറ്റിഫിക് അല്ലേ? വി ഓൾ നീഡ് ബ്ലിസ്, ഹാപ്പിനെസ് അല്ലേ? പീസ് ഓഫ് മൈൻഡ് അല്ലേ? എവിടുന്ന് കിട്ടും? When our mind tuned to that truth or reality, then only we will get. And എല്ലാത്തിനും എക്സിസ്റ്റൻസ് കൊടുക്കുന്ന ആ എക്സിസ്റ്റൻസ് പ്രിൻസിപ്പിളാണ് ഗോഡ്. ശാസ്ത്രം പറയണു എവിടുന്ന ഈ ലോകം ഉണ്ടായത്? ഫ്രം എനർജിന്ന്, ഓർ ആറ്റം, ഓർ സബ് ആറ്റമിക് പാർട്ടിക്കിൾസ്. ഇങ്ങനെയൊക്കെ സയൻസ് പറയണു അല്ലേ? ചോദ്യം, യുവർ എനർജി എക്സിസ്റ്റ് ചെയ്യുന്ന എനർജിയാണോ? ഈ പാർട്ടിക്കിൾസിന് എക്സിസ്റ്റൻസ് ഉണ്ടോ ഇല്ലയോ? Who is giving existence to the energy? Very atom. Can atom exist without existence? പറ്റുമോ കുട്ടികളെ? ഇല്ല. അപ്പം അതിനൊക്കെ ആശ്രയ എക്സിസ്റ്റൻസ്. ദാറ്റ് എക്സിസ്റ്റൻസ് പ്രിൻസിപ്പിൾ ഇറ്റ്സെൽഫ് ഈസ് ഗോഡ്. ഹു ക്യാൻ ഡിനൈ ദ എക്സിസ്റ്റൻസ് ഓഫ് മൈസെൽഫ്, യുവർ സെൽഫ്, ദ വേൾഡ്? അതുണ്ടെങ്കിലേ ഇതൊക്കെ സാധ്യമുള്ളൂ. അതാ ഭഗവാൻ പറയണത്, സർവസ്യജാഹം ഹൃദി സന്നിവിഷ്ടഃ. I am present in each and every, not only in human beings, ഓരോ ബീയിങ്സിലും, എല്ലാത്തിലും. ഈവൻ ഇനർട്ട്, ഈ മൈക്കുണ്ട്, ഡെഡ് ഉണ്ട്, ഇത് ഡെഡാണിത്, ഇതിന് എക്സിസ്റ്റൻസ് കൊടുക്കണ ആരാ? പ്രഹ്ലാദനോട് ചോദിച്ചു ഹിരണ്യകശിപു, എവിടെ നിന്റെ ദൈവം? ഞാനല്ലാതെ വേറൊരു ദൈവോ? നിന്നെ ഇപ്പം കൊന്നുകളയും. എവിടെ നിന്റെ ദൈവം? എല്ലായിടത്തും ഉണ്ട്. ഈ തൂണിലുണ്ടോടാ ചോദിച്ചു. തൂണിലുണ്ട്, തുരുമ്പിലുണ്ടെന്നാണ് പറഞ്ഞത്. എങ്ങനെയത് മനസ്സിലാക്കുക കുട്ടികളെ? ദ എക്സിസ്റ്റൻസ് ഇല്ലാതെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, തിങ്സോ ബീയിങ്സോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. അതാണ് എല്ലാവരിലുമുണ്ട് ആ കോൺഷ്യസ്നെസ്. ഈ ബോഡിയും ഹാർട്ടും ലങ്സും ഒക്കെ സചേതനമായി പ്രവർത്തിക്കുന്നു. ഇങ്ങനെ എത്ര ആശയങ്ങൾ. അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിതഃ പ്രാണാപാന സമായുക്ത പചാമി അന്നം ചതുർവിധം. നമ്മൾ പലതരത്തിലുള്ള ആഹാരം ഉള്ളിലേക്ക് വിടുന്നുണ്ട്. ആരാ ഇതൊക്കെ ഡൈജസ്റ്റ് ചെയ്യുന്നത്? ദ ഡൈജസ്റ്റീവ് സിസ്റ്റം എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യണേ? കൃഷ്ണൻ പറയണോ, ഇറ്റ് ഇസ് ദ ഗോഡ് പ്രിൻസിപ്പിൾ, ദ ഡിവൈൻ പ്രസൻസ് നമ്മളിൽ ഉള്ളപ്പോഴാണ് ഇതെല്ലാം ഫങ്ഷൻ ചെയ്യുന്നത്. ശരിയോ? മത്ത സ്മൃതി ജ്ഞാനം അപോഹനം ച. ഇനർട്ട് ഗ്രേ മാറ്റർ കൊണ്ടല്ലേ നമ്മുടെ ബ്രെയിൻ ഉണ്ടായിക്കണേ. ആ ഇനർട്ട് ഗ്രേ മാറ്ററിന് എവിടുന്ന കുട്ടികളെ ഇൻ്റലിജൻസ് ഉണ്ടാവുക? വിത്തൗട്ട് ഇൻ്റലിജൻസ് നമുക്ക് എന്തെങ്കിലും ലേൺ ചെയ്യാൻ പറ്റുമോ? ഭഗവാൻ പറഞ്ഞു, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് മൈ പ്രസൻസ് ഇൻ യു, യു ഹാവ് ഗോട്ട് ഇൻ്റലിജൻസ് ആൻഡ് യു ആർ ഏബിൾ ടു ലേൺ, യു ആർ ഏബിൾ ടു സ്റ്റഡി, യു ആർ ഏബിൾ ടു റിമെമ്പർ ഈവൻ. മത്തസ്മൃതി, റിമെമ്പറൻസ് ഓൾസോ തോട്ടാ. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആ അവയർനെസ്, കോൺഷ്യസ്നസ് വേണ്ടേ? ഇനി ഓർമ്മിക്കണമെങ്കിലോ അതിൻ്റെ പ്രസൻസ് വേണം. ആ ഓരോ തോട്ടിനെയും ഇലൂമിൻ ചെയ്യുന്നത് ആരാ? ദ ഇലൂമിനിങ് പ്രിൻസിപ്പിൾ കോൺഷ്യസ്നസ് ഭഗവാനാണ്. ഇങ്ങനെ നോക്കിയാൽ എപ്പോഴും വി ക്യാൻ ഫീൽ ദ പ്രസൻസ് ഓഫ് ഗോഡ് വിതിൻ, ഡിവൈൻ വിതിൻ. നമ്മളിൽ
ഫീൽ ചെയ്താലോ മറ്റുള്ളവരിലും ഫീൽ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഇങ്ങനെ ഒരുപാട് ആശയങ്ങൾ ഇതിലുണ്ട്. അതുകൊണ്ടാണ് 15-ാം അധ്യായം ഇത്രയും പ്രധാനം അർഹിക്കുന്നത്. ഞാൻ ഒരു പ്രഭാഷണമല്ല ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്, അതിന് സന്ദർഭമല്ല. ഈ ശ്ലോകം ഇതിനെ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വെറുതെ ഇപ്പോൾ മാഷ് പറഞ്ഞുകൊണ്ട് ഒരു സ്വാമി വന്ന് ഒരു പ്രാവശ്യം ഒരു വഴിപാട് പോലെ ചൊല്ലി നിങ്ങൾ പോയി മിണ്ടാണ്ട് ആവരുത്. അതിനല്ല. എന്ത് ചെയ്യണം? ഇത് ജീവിതത്തിൻ്റെ പാർട്ടാക്കി മാറ്റണം. ഡെയിലി 20 ശ്ലോകമുള്ളൂ. സന്ദർഭം കിട്ടുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ അർത്ഥം വായിച്ചു പഠിച്ചോളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഇതെന്ത് ചെയ്യണം? ഡെയിലി ഒരു പ്രാവശ്യം, 24 മണിക്കൂറുണ്ടൊരു ദിവസം, ഉറങ്ങാൻ പോണതിന് മുമ്പ് ഒരു പ്രാവശ്യം ഇത് വായിച്ചിട്ട് കിടക്കണം. ചെയ്യോ? ഇങ്ങനെ നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാവണം. ഇത് നമ്മുടെ ഉള്ളിലുള്ള ഡിവൈനിറ്റിയെ തിരിച്ചറിയാൻ, മറ്റുള്ളവരുടെ ദിവ്യ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ, ആ ശാന്തിയും സന്തോഷവും സമാധാനവും നമുക്കും ഈ ലോകത്തിലും ഉണ്ടാവാൻ, വെട്ടും കുത്തും വഴക്കും മതസ്പർദ്ധ, രാഷ്ട്രീയത്തിൻ്റെ പേരിലുള്ള ലഹളകൾ ബഹളകൾ, എന്തിന് ഇപ്പം നടക്കാൻ പോണത്? ആൾക്കാർ 3-ാം ലോക മഹായുദ്ധം വരുമോ എന്ന് പേടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഈ സത്യം അറിഞ്ഞെങ്കിൽ ഉണ്ടാവുമോ? ചിന്തിച്ചു നോക്കൂ. ഈഗോണ് അതിന് കാരണം. മനസ്സിലായോ? ഈ ഡിവൈനാണ് എന്നെ ഞാനാക്കണത്, ഐ ആം ഓൺലി എൻ ഇൻസ്ട്രുമെൻറ്റ് ഇൻ ഹിസ് ഹാൻഡ് എന്ന് തിരിച്ചറിവുണ്ടായാൽ ആർക്കും ഈഗോ കൊണ്ടുള്ള പ്രോബ്ലം ഉണ്ടാവില്ല. ലോക നേതാക്കന്മാർ തമ്മിലുള്ള ഈഗോ ക്ലാഷാണ്. ശരിയല്ലേ? ഒരു ഡിവൈനിൻ്റെ ആ ഫങ്ഷനാണ്, പ്രവർത്തനമാണിതെന്ന് തിരിച്ചറിഞ്ഞ് അതിന് സമർപ്പിക്കാൻ നമുക്ക് ആയാൽ ഇവിടെ ഉണ്ടാവുക സ്നേഹവും സേവനവുമാണ്. സ്നേഹത്തിൻ്റെ ബോംബ് പൊട്ടിക്കാനാവണം. ഹൈഡ്രജൻ ബോംബ്, ന്യൂക്ലിയർ ബോംബ് പൊട്ടിച്ച് ലോകം ഒരു നിമിഷം കൊണ്ട് ചാരാക്കാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്, അല്ലേ? അതിനാർക്കും സാധിക്കും. അത് പേടിച്ചിട്ടപ്പം ഇരിക്കണത്. എന്നാൽ സ്നേഹ ബോംബ് ഉണ്ടാക്കാനുള്ള വഴിയാണ് ഗീത പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? സ്നേഹം കൊണ്ട് ലോകത്തെ മുഴുവനും ആ ഒന്നായി കാണാൻ, ഒന്നായി എംബ്രേസ് ചെയ്യാൻ. അങ്ങനെ ലവ് ആൻഡ് സർവീസ്, അതാണ് സ്പിരിച്വാലിറ്റിയുടെ മർമ്മം. മനസ്സിലായോ? ദ സ്പിരിറ്റ് ഓഫ് ലവ് ആൻഡ് സർവീസ്, യൂണിവേഴ്സൽ ലവ് ആൻഡ് യൂണിവേഴ്സൽ സർവീസ്. മനസ്സിലായോ? അതുകൊണ്ട് പിന്നെ നിങ്ങൾ വായിക്കൂ. അത് എന്തിനാണെന്ന് വെച്ചാൽ വെറുതെ ഞാൻ ചൊല്ലിയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ അതവിടെ വെച്ചു, പിന്നെ പുസ്തകം ഇവിടെ എടുക്കില്ല. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള അർത്ഥഗർഭമായിട്ടുള്ള ആശയങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കൂടുതൽ പഠിക്കാൻ താല്പര്യം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരേ കഷ്ണമായിട്ട് ചൊല്ലിത്തരാം. സംസ്കൃതം പഠിക്കുന്ന കുട്ടികളാണ് നിങ്ങൾ, അല്ലാത്ത കുട്ടികളും ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും ചില മീറ്ററുകൾ വലിയ മീറ്റർ ആകുമ്പോൾ അത് ചിലപ്പോൾ വായിൽ ഒതുങ്ങില്ല. അതുകൊണ്ട് ചെറിയ കഷ്ണമായിട്ട് ഞാൻ ചൊല്ലിത്തരാം. ഓക്കെ? അപ്പം ഇത് 15-ാമത്തെ അധ്യായം. ഇതിനു മുമ്പ് 14 അധ്യായം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരധ്യായം കഴിഞ്ഞ് വേറൊരു അധ്യായം ചെല്ലുമ്പോൾ എന്താ പറയാൻ അറിയുമോ? സംസ്കൃതത്തിലെ അധ എന്നാണ്, ഇനി എന്നാണ്. മനസ്സിലായോ? അധ 15-ോധ്യായ. കുട്ടികൾ ഇവിടെയല്ലേ? കുട്ടികൾ നിങ്ങൾ ഒച്ച ചെല്ലിക്കോളൂ കുട്ടികൾ. പുരുഷോത്തമയോഗ ശ്രീഭഗവാനുവാച ഊർധ്വമൂലമധഃ ശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവിദ് അധശ്ചോർധ്വം പ്രസൃതാഃ തസ്യ ശാഖാഃ ഗുണപ്രവൃദ്ധാ വിഷയഃ പ്രവാളാഃ അധശ്ച മൂലാനി അനുസന്തതാനി കർമാനുബന്ധീനി മനുഷ്യലോകേ നരൂപമസ്യേഹ തഥോപലഭ്യതേ നാന്തോ ന ചാതിർ
ന ച സംപ്രതിഷ്ഠാ അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ചിത്വാ തതഃ പദം തത് പരിമാർഗിതവ്യം യസ്മിൻ ഗതാന നിവർത്തന്തി ഭൂയഃ തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ യതഃ പ്രവൃത്തി പ്രസൃതാ പുരാണി നിർമാനമോഹ ജിതസംഗദോഷാഃ അധ്യാത്മനിത്യാ വിനിവൃത്തകാമാഃ ദ്വന്ദ്വൈർവിമുക്താ സുഖദുഃഖസഞ്ജ്ഞൈഃ ഗച്ഛന്ത്യമൂഢാ പദമൗവ്യയം തത് ന തദ്ഭാസയതേ സൂര്യഃ ന ശശാങ്കോ ന പാവകഃ യദ്ഗത്വാ ന നിവർത്തന്തെ തദ്ധാമ പരമം മമ മമൈവാംശോ ജീവലോകേ ജീവഭൂതഃ സനാതനഃ മനഃ ഷഷ്ടാനീന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി ശരീരം യദവാപ്നോതി യച്ചാപ്യുൽക്രാമദീശ്വരഃ ഗൃഹീത്വൈതാനി സംയാതി വായുർഗന്ധാനി വാശയാത് ശ്രോത്രം ചക്ഷുസ്പർശനം ച രസനം ഘ്രാണമേവ ച അധിഷ്ഠായ മനശ്ചായം വിഷയാനുപസേവതേ ഉത്ക്രാമന്തം സ്ഥിതം വാപി ഭുഞ്ജാനം വാ ഗുണാന്വിതം വിമൂഢാ നാനുപശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷഃ യദന്തോ യോഗിനശ്ചൈനം പശ്യന്ത്യാത്മന്യവസ്ഥിതം യദന്തോപ്യകൃതാത്മാനഃ നൈനം പശ്യന്ത്യചേതസഃ യദാദിത്യഗതം തേജഃ ജഗദ്ഭാസയദേഖിലം യച്ഛന്ദ്രമസി യച്ചാഗ്നൗ തത്തേജോ വിദ്ധി മാമകം
ഗാമാവിശ്യജ ഭൂതാനി ധാരയാമ്യഹമോജസാ പുഷ്ണാമി ചൗഷധീ സർവാഃ സോമോ ഭൂത്വാ രസാത്മകഃ അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിതഃ പ്രാണാപാനസമായുക്തഃ പചാമ്യന്നം ചതുർവിധം സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടഃ മത്തസ്മൃതിർ ജ്ഞാനമപോഹനം ച വേദൈശ്ച സർവൈഃ അഹമേവ വേദ്യഃ വേദാന്തകൃത് വേദവിദേവ ചാഹം ദ്വാവിമൗ പുരുഷൗ ലോകേ ക്ഷരശ്ചാക്ഷര ഏവ ച ക്ഷരഃ സർവാണി ഭൂതാനി കൂടസ്ഥോക്ഷര ഉച്യത്തെ ഉത്തമഃ പുരുഷസ്ത്വന്യഃ പരമാത്മേത്യുദാഹൃതഃ യോ ലോകത്രയമാവിശ്യ ബിഭർത്യവ്യയ ഈശ്വരഃ യസ്മാക്ഷരമതീതോഹം അക്ഷരാദപി ചോത്തമഃ അദോസ്മി ലോകേ വേദേ ച പ്രഥിതഃ പുരുഷോത്തമഃ യോ മാമേവമസമ്മൂഢഃ യോ മാമേവമസമ്മൂഢഃ ജാനാതി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇദമുക്തം മയാ നഘ ഏതത് ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃതകൃത്യശ്ച ഭാരത ഓം തത്സത് ഇതി ശ്രീമദ്ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ പുരുഷോത്തമയോഗോ നാമ പഞ്ചദശോധ്യായഃ. ഈ ഭഗവത്ഗീത ബ്രഹ്മവിദ്യയാണ്. ബ്രഹ്മം വെച്ചാലോ സയൻസ് ഓഫ് ദ സോൾ. മനസ്സിലായോ? സബ്ജക്റ്റ്. ഈ വേൾഡിനെ നമ്മൾ അറിയണ്ടേ. ഈ വേൾഡ് ആർക്കാണ്? എനിക്കല്ലേ, നമുക്കല്ലേ. ഈ ഒബ്ജക്റ്റീവ് വേൾഡിനെ കുറിച്ച് സയൻസൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്.
ഈ വേൾഡ് സുഖവും ദുഃഖവും കൊടുക്കുന്നത് ഇൻഡിവിജ്വലിനാണ്, വ്യക്തിക്കാണ് അല്ലേ. ഈ വ്യക്തിയിലെ അവനവനാരാ നമുക്കറിയണ്ടേ ഉണ്ടേ. ഒബ്ജക്റ്റീവാണ് കുറച്ച് അറിയാം, പക്ഷേ സബ്ജക്റ്റ് ആരാ? ഹൂ ഇസ് ദ മീ ഇൻ മീ, ദ ട്രൂ ഐ. ആ സബ്ജക്റ്റീവ് സയൻസാണ് ബ്രഹ്മവിദ്യ, സയൻസാണിത്. മനസ്സിലായോ? യോഗശാസ്ത്രമാണ്. അതിനെങ്ങനെയാണ് വെറും തിയറി മാത്രം ഉണ്ടായാൽ പോരാ, എങ്ങനെയാണ് അതിനെ പ്രാക്ടീസ് ചെയ്ത അനുഭവത്തിൽ കൊണ്ടുവരാൻ പറ്റുക? അതാണ്. തിയറിയും വേണം, വേണ്ടേ? പ്യുവർ സയൻസ് മാത്രം പോരാ, അപ്ലൈഡ് സയൻസ് വേണം അല്ലേ. രണ്ടും വേണം, തിയറിയും പ്രാക്ടിക്കലും വേണം, രണ്ടും ഉണ്ട് ഇതിൽ. മനസ്സിലായോ? ഇനി എങ്ങനെയുള്ളതാണിത്? ഇത് ക്വസ്റ്റ്യൻ ആൻസർ രൂപേണയാണ്. കുട്ടികൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം, കുട്ടികളെ ചോദിക്കാൻ പ്രേരിപ്പിക്കണം അധ്യാപകന്മാർ. അപ്പോൾ അവരുടെ ജിജ്ഞാസ വർദ്ധിക്കും അല്ലേ. എന്നിട്ട് ചോദ്യത്തിന് ഉത്തരം അവരൊക്കെ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ചോദ്യോത്തര രൂപത്തിലാകുമ്പോൾ പഠനം വളരെ വളരെ രസകരമായി തീരും. അല്ലാതെ ഞാൻ പറയണത് നിങ്ങൾ കേട്ടാൽ മതി, മിണ്ടാണ്ടിരിക്കുക, അങ്ങനെയല്ല. മനസ്സിലായോ? ഇത് അർജുനൻ ചോദിക്കുക, അർജുനൻ സ്റ്റുഡൻ്റാണ്. മനസ്സിലായോ? കൃഷ്ണൻ ടീച്ചറാണ്, വേൾഡ് ടീച്ചറാണ് ഗീതയുടെ. അതാണ് ഈ സമ്പ്രദായം എന്നർത്ഥം. ഇതിനെക്കുറിച്ച് ഭഗവാൻ പറയണു, ഇതം ഗുഹ്യതമം ശാസ്ത്രം, ദിസ് ഈസ് ദ സീക്രട്ട് സയൻസ്. ശാസ്ത്രം എന്നാണ് പറയണത്. ഈ സനാതൻ ധർമ്മത്തിൽ ഗീത അല്ലെങ്കിൽ ഉപനിഷത്ത്, ഈ ഗ്രന്ഥങ്ങൾക്ക് മാത്രമേ സയൻസിനോട് തോളോട് തോൾ ഒരുമി പോകാൻ പറ്റുള്ളൂ. മറ്റതൊക്കെ ശാസ്ത്രം, സയൻസ് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ തലകറങ്ങി വീഴും. മനസ്സിലായോ? സയൻസിൻ്റെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ കഴിയണത് ഈ സ്ക്രിപ്റ്റേഴ്സിനാണ്. മനസ്സിലായോ? ഇത് പറഞ്ഞു, ഇത് സയൻസാണിത്. എന്താ സയൻസ്? എന്തിനാ നമ്മൾ സയൻസ് എന്ന് പറയുക? അന്ധവിശ്വാസ സയൻസ് എന്ന് പറയുമോ? ഇല്ല. മരണാനന്തരം സ്വർഗമുണ്ട് നരകമുണ്ട് എന്നുള്ളത് നമ്മുടെ ഒരു വിശ്വാസമാണ്. സയൻറ്റിഫിക്കലി ക്യാൻ യു പ്രൂവ്? നോ, ശരിയല്ലോ. പക്ഷേ സയൻസ് എന്താണ്? വെരിഫൈഡ് ട്രൂത്ത്സ് ആർ കോൾഡ് സയൻസ്. ഇറ്റ് ഈസ് വെരിഫയബിൾ ടു എന്നാണ്. യു ആൻഡ് മീ ക്യാൻ വെരിഫൈ ഇൻ അവർ ലൈഫ്, ഇൻ അവർ ലൈഫാവുന്ന ലബോറട്ടറിയിൽ. മനസ്സിലായോ? ശാസ്ത്രജ്ഞന്മാർ ഹൈഡ്രജൻ, 2 ഹൈഡ്രജനും ഓക്സിജൻ ചേർന്നാൽ H2O സമം വെള്ളം അല്ലേ. ഇത് സയൻസാണ്. എന്തുകൊണ്ട്? ഇത് അവർ വെരിഫൈ ചെയ്ത് കണ്ടുപിടിച്ചതാണ് ലാബിൽ. ഞാനും നിങ്ങളും അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ ഇത് തന്നെയാണ് അല്ലേ. അതിനെ കൂട്ടിച്ചേർത്താൽ 2 ഹൈഡ്രജനും ഒരു ഓക്സിജൻ ചേർത്താൽ വെള്ളമായി. അതിനെ വിഘടിച്ചാലോ ഉണ്ടാക്കി ഹൈഡ്രജനും ഓക്സിജനും കിട്ടും. ഇത് ലോകത്തിൽ എവിടെ എങ്ങനെയാണ് അല്ലേ, മാറ്റില്ല. അതാണ് സയൻസ്. സയൻസ് പ്രത്യേക രാജ്യക്കാരുടെ അല്ല, പ്രത്യേക മതക്കാരുടെ അല്ല, ആണോ? ഇറ്റ്സ് എ സയൻസ്. ഇതാണ് അപ്ലിക്കബിൾ ടു ദ യൂണിവേഴ്സ്. അതാണ് പറഞ്ഞത്, യൂണിവേഴ്സൽ വിഷനാണ് ഗീത തരണത്. മനസ്സിലായോ? ഇത് കേട്ടാൽ എന്താണ്? ബുദ്ധിമാൻ സ്യാൽ. ശരിക്കും ഈ ട്രൂത്ത് എന്നെയും നിങ്ങളെയൊക്കെ കോർത്തിണക്കുന്ന, എന്നിൽ നിങ്ങളിലൊക്കെ പ്രസൻ്റായിരിക്കുന്ന, സർവത്തെയും സ്വാശ്ലേഷിക്കുന്ന ആ സത്യം അറിയുമ്പോഴാണ് നമ്മളൊക്കെ ശരിക്കും ആരാവണത്? ബുദ്ധിമാനാവണത്. നമ്മൾ ഇൻ്റലിജൻ്റാണ്, നമ്മൾ സ്മാർട്ടാണ് എന്നൊക്കെയല്ലേ ഇപ്പം. ശരിക്കും ബുദ്ധിമാനാരാ? ഹു ഈസ് എ വൈസ് മാൻ. അതാണ് ബുദ്ധിമാൻ എന്ന വാക്കിനർത്ഥം. വൈസ് മാൻ്റെ ലക്ഷണം എന്താണ്? ദ ഡിവൈൻ പ്രസൻസ്. എല്ലാത്തിനും തിരിച്ചറിഞ്ഞ് എല്ലാത്തിനെയും സ്നേഹിക്കുകയും സേവിക്കുന്നവർ. മനസ്സിലായോ? ഒരു മാല കാണുന്നു, മുത്തുകൊണ്ടുള്ള മാലയോ പുഷ്പം കൊണ്ടുള്ള മാലയോ. ആ പുഷ്പങ്ങൾ തന്നെത്താനെ മാലയായിട്ട് നിൽക്കുമോ? അല്ലെങ്കിൽ മുത്തുകൾ തന്നെത്താനെ മാലയായി നിൽക്കുമോ? നമ്മൾ കാണുന്നത് പുഷ്പങ്ങളും മുത്തുകൾ. പക്ഷേ ഈ പുഷ്പങ്ങളെയും മുത്തുകളെയും കോർത്ത് നിൽക്കുന്ന കാണാത്ത ഒരു ത്രെഡ് അതിൻ്റെ ഉള്ളിലില്ലേ? അത് കോമൺ അല്ലേ? ഒരിടത്ത് വ്യത്യാസമുണ്ടോ? ഇതുമാതിരി എന്നെ ഞാനാക്കുന്നതും നിങ്ങളെ നിങ്ങളാക്കുന്നതും, എനിക്ക് എക്സിസ്റ്റൻസ് തരണം നിങ്ങൾക്ക് എക്സിസ്റ്റൻസ് തരണതും, നിങ്ങൾക്ക് ലൈഫ് തരണം എനിക്ക് ലൈഫ് തരണതുമായ ഒരു കോമൺ ഡിവൈൻ ത്രെഡ് ഉണ്ട്. ആ സ്വർണ്ണ ചരടിനെ, ആ ഡിവൈൻ ചരടിനെ കാണാത്തത് കൊണ്ടാണ് ലോകത്തിൽ അടിപിടി, ലഹള, യുദ്ധങ്ങൾ, കലാപങ്ങൾ, അശാന്തി, അസമാധാനം. ഇത് തിരിച്ചറിയുമ്പോഴാണ് അവിടെ ശാശ്വതമായ ശാന്തി, സമാധാനം, സന്തോഷമൊക്കെ ഉണ്ടാവുക. മനസ്സിലായോ? വേദാന്തം എന്താ പറയണത്? മാഷ് പറയുന്നു മനസ്സിനെയാണ് അവിടെ സ്വാമിജി പ്രധാനമായിട്ട് ഊന്നണമെന്ന്. ഇതെങ്ങനെയാണ്? മനസ്സെങ്ങനെയാണോ അങ്ങനെയാണ് മനുഷ്യൻ. മനുഷ്യൻ എങ്ങനെയാണോ അങ്ങനെയാണ് ലോകം. അപ്പോൾ ലോകം നന്നാവാൻ വേണ്ടതെന്താ? മൃഗങ്ങൾ നന്നാവല്ല. മൃഗങ്ങൾക്ക് ഒരു തകരാറുമില്ല. മനസ്സിലായോ? ഈ മൃഗങ്ങളെ പോലും നശിപ്പിക്കുന്നത്, പ്രകൃതിയെ പോലും നശിച്ചു മുടിക്കുന്നത് ആരാ? മനുഷ്യനാ അല്ലേ. മനുഷ്യൻ നന്നായാൽ ലോകം നന്നായി. ആസ് ദ മൈൻഡ് സോ ദ വേൾഡ് എന്നാണ്. മനസ്സിലായോ? എങ്ങനെ മനസ്സ്? കുറച്ചുകൂടി ഋഷി ആഴത്തിൽ പോയി. ആസ് ദ തോട്ട് സോ ദ മൈൻഡ്. എത്രത്തോളം തോട്ട്സ് പ്യുവറാവോ, ഡിവൈനാവോ, അത്രത്തോളം നമ്മളുടെ ആക്ഷൻ ബിക്കം പ്യുവർ, ഡിവൈൻ, എ ബ്ലെസ്സിങ് ടു ദ സൊസൈറ്റി. മനസ്സിലായോ? അതിനുള്ള ടെക്നിക്കുകളാണ് പറഞ്ഞു തരുന്നത് ഗീത. മനസ്സിലായോ? ആസ് ദ തോട്ട് സോ ദ മൈൻഡ്, ആസ് ദ മൈൻഡ് സോ ദ മാൻ, ആസ് ദ മാൻ
സോ ദ വേൾഡ്. ലോകം നന്നാവണമെങ്കിൽ എന്താ വേണ്ടത്? മനുഷ്യൻ നന്നാവണം. മനുഷ്യൻ നന്നാവണമെങ്കിൽ വേണ്ട എന്താ? മനസ്സ് നന്നാവണം. മനസ്സ് നന്നാവണമെങ്കിൽ വേണ്ട എന്താ? ചിന്തകൾ നന്നാവണം. ചിന്തകളെ നമ്മൾ അറിയണ്ടേ? നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയാലല്ലേ, ഇൻട്രോസ്പെക്ഷൻ നടത്തിയാലേ ഇത് അറിയാൻ പറ്റുള്ളൂ. അതിന് അവിടെ 5 മിനിറ്റ് എനിക്ക് വളരെ സന്തോഷം തോന്നി. ഈ മെഡിറ്റേഷൻ നിങ്ങൾ സൈലൻ്റ് ചെയ്ത് ബ്രെത്തൊക്കെ വാച്ച്, അപ്പം തന്നെ മനസ്സ് ശാന്തവും. മനസ്സിലായോ? എന്നിട്ട് നിങ്ങൾ പഠിക്കാൻ പോകുമ്പോഴോ ഫ്രഷ് മൈൻഡായിട്ടാണ് പോകുന്നത്. മനസ്സിലായോ? അത് ചെയ്യണം. ഓരോ പീരീഡിലും നിങ്ങൾ ആരംഭിക്കുമ്പോൾ നിങ്ങൾ ചെയ്താൽ ശരിയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഫ്രഷ് ആയിരിക്കും ഓരോ പീരീഡിലും. നിങ്ങൾക്ക് സ്വയം ചെയ്യാം. നമ്മുടെ സ്കൂളിൽ നമ്മൾ കുട്ടികളോട് പറഞ്ഞ്, ടീച്ചറോട് പറഞ്ഞത്, ഓരോ ഇത് കഴിയുമ്പോഴും ടീച്ചറെ ഒരു 5 പ്രാവശ്യം ഈ ശ്വാസം ഇപ്രകാരം ഇപ്പോൾ മാഷയോടെ ചൊല്ലിക്കൊടുത്ത മാതിരി എടുക്കുക, വിടുക. ജസ്റ്റ് ഒബ്സർവ് ദ ബ്രത്ത്. മനസ്സ് പെട്ടെന്ന് ശാന്തവും ഫ്രഷാവും ഓരോ പീരീഡും നിങ്ങൾ. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഈ ഭഗവത്ഗീത ചുരുക്കം. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ യുവർ കോപ്പറേഷൻ. പ്രിൻസിപ്പളുടെ എന്താ പറയുക, പ്രിൻസിപ്പളുടെ എന്തോസിയാസം, പ്രിൻസിപ്പളുടെ സന്തോഷം, എനിക്ക് വളരെയധികം ഞങ്ങളുടെ ചിന്ത സെയിമാണ്. ഇതാണ് വേദാന്തം. അങ്ങനെ എന്താ പറഞ്ഞു, ബ്രഹ്മാനുസ്വാമി നമ്മുടെ ഋഷി പരമ്പരയിൽ ഒരു കണ്ണിയല്ലേ. ആ ഋഷിക്ക് വേറെ എന്തെങ്കിലും ഋഷിമാർ പറഞ്ഞതല്ലാണ്ട് പറയാനുണ്ടോ? ഇല്ല. അതുകൊണ്ട് വളരെ അഭിമാനമുണ്ട് എനിക്ക് ഇവിടുന്ന് വരാൻ സാധിച്ചതും നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതും ഈ ആശയം നിങ്ങളോട് പങ്കുവയ്ക്കാൻ സാധിച്ചതും. നന്ദി, നമസ്കാരം. ഇതറിഞ്ഞ ബുദ്ധിമാന്മാരാകൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളോട് അതിൽ കൂടുതലൊന്നും ഈ ശാസ്ത്രത്തിനോ ആ ശാസ്ത്രത്തിൻ്റെ പിന്തുടർച്ചക്കാരായ നമുക്കോ ആവശ്യപ്പെടാനില്ല. ഇതറിഞ്ഞ് ബുദ്ധിമാന്മാരാകൂ. ആ ബുദ്ധി കൊണ്ട് ചിന്തകളെ നിയന്ത്രിക്കൂ. ചിന്തകൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവോ അങ്ങനെ മനസ്സും, മനസ്സെങ്ങനെ പ്രവർത്തിക്കുന്നുവോ അങ്ങനെ മനുഷ്യനും, മനുഷ്യനെങ്ങനെ പ്രവർത്തിക്കുന്നുവോ അങ്ങനെ ലോകവും സൃഷ്ടിക്കപ്പെടുന്നു എന്ന ആ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നല്ലൊരു ലോകത്തെ സൃഷ്ടിക്കാനുള്ള കരുത്തുള്ളവരായി നിങ്ങൾ മാറണമെന്ന പ്രാർത്ഥന മാത്രം ഈ മഹാനായ ആചാര്യൻ്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന സ്വാമി അശേഷാനന്ദയ്ക്ക് നന്ദി ആശംസിക്കുന്നതിനായി ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സാറിനെ ക്ഷണിക്കുന്നു. നമസ്തേ സ്വാമിജി. വാട്ട് ടു സേ, ഇറ്റ് വാസ് ഹോൾസം അല്ലേ? നമുക്ക് ജീവിതത്തിൽ ആവശ്യമുള്ള, നിങ്ങൾ കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച്, യു ഓൾ ആർ റിയലി ലക്കി ടു ലിസൺ ടു ഹിം. നമുക്കറിയാം, ജീവിതത്തിൽ നമ്മൾ ക്ലാസ് റൂമിൽ പോകുമ്പോൾ വി ലേൺ മെനി തിങ്സ്, ആൻഡ് ഹൗ മെനി തിങ്സ് വിച്ച് വി അപ്ലൈ ഇൻ അവർ ഡേ ടു ഡേ ലൈഫ്. ബട്ട് ദിസ് ഈസ് ലൈഫ് ലെസൺ. ഇത് ജീവിതത്തിൻ്റെ ലെസനാണ് സ്വാമിജി പറഞ്ഞത്. ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയുടെ ആശയവുമായി ബന്ധപ്പെട്ട് ഞാൻ രാവിലെ സംസാരിക്കുകയായിരുന്നു. ചിന്മയാനന്ദ സ്വാമി ഇവിടെ ഈ വിദ്യാലയത്തിൽ വന്നിട്ടുണ്ട്. സ്വാമിജിയുടെ ആചാര്യൻ, ചിന്മയ മിഷൻ്റെ തുടക്കക്കാരനായി ഞാൻ മനസ്സിലാക്കുന്നു. ചിന്മയാനന്ദ സ്വാമി വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് ഇതുപോലെ കുട്ടികളോട് സംസാരിച്ചിട്ടുണ്ട്. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, അത് നേരത്തെ സൂചിപ്പിച്ച പോലെ പ്ലാസ്റ്റിക് ഫ്ലവർ അത് നമ്മൾ ഡെസ്കിൽ വെച്ചിരുന്നു. അന്ന് പ്ലാസ്റ്റിക് ഒന്ന് നന്നായിട്ട് സമൂഹത്തിൽ ഇങ്ങനെ, ഇറ്റ് വാസ് വെരി കോമൺ ഇൻ ദ സൊസൈറ്റി. പ്ലാസ്റ്റിക് ഇങ്ങനെ ടേബിളിൻ്റെ മുകളിൽ, ചീഫ് ഗസ്റ്റിൻ്റെ മുകളിൽ ഇങ്ങനെ ഫ്രണ്ടിൽ ഒരു ഡെക്കറേറ്റീവ് ആയിട്ട് വെക്കാറുണ്ട്. അപ്പോൾ സ്വാമിജി പറഞ്ഞു, ഇതുപോലത്തെ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് അല്ല നമുക്ക് വേണ്ടത്, നമുക്ക് ഒറിജിനൽ ഫ്ലവേഴ്സാണ് വേണ്ടത്. അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കിയത്, നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ കാലഘട്ടം മാറി 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 വരുമ്പോൾ റിയൽ ആൻഡ് അൺറിയൽ തിരിച്ചറിയാൻ പറ്റാതായി പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ റിയലിസ്റ്റിക് ആവണമെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമുക്കിവിടെ ഋഷിമാർ അല്ലെങ്കിൽ ഭാരത ദർശനം കിടക്കുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടി അലയുന്നു എന്നാണ് സ്വാമിജി നമ്മളെയൊക്കെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തിയത്. നമ്മുടെ ഉള്ളിലുള്ള ആ ചൈതന്യത്തെ തിരിച്ചറിയാതെ നമ്മളിങ്ങനെ അലയുകയാണ്. ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും മറ്റ് ഭിന്നതകൾ ഇതെല്ലാം മാറ്റിവെച്ച് ലോക സമാധാനം, ഇന്ന് 3ാം ലോക യുദ്ധം വരാൻ പോകുന്നു എന്നുള്ള ആശങ്കയിലാണ് ലോകം. അപ്പോൾ ഈ സമയത്ത് മനുഷ്യർ ഒന്നാണെന്നും മനുഷ്യൻ സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിലെ എല്ലാ സുഖസൗകര്യങ്ങളും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് നമ്മളെ വീണ്ടും 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 ഓർമ്മിപ്പിച്ച്
ഇത്രയും മനോഹരമായി 1 സെക്കൻഡ് പോലും സ്വാമിജിയുടെ ആ സ്പീച്ച് വിരസപ്പെടുത്തിയില്ല. നമ്മളെല്ലാവരും ശ്രദ്ധാലുക്കളായിട്ട് അല്ലേ, നമുക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ് സ്വാമിജിയുടെ സ്പീച്ച്. തീർച്ചയായിട്ടും ഗുരുകുലത്തിലെ കുട്ടികൾ അത് ഉൾക്കൊണ്ടു. അത് തീർച്ചയായിട്ടും എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. നന്ദി എന്ന വാക്കിന് അർത്ഥമില്ല. ബിക്കോസ് ഇവരെ ലോകം മുഴുവൻ നടന്ന് കുട്ടികളെയും യുവാക്കളെയും, പ്രത്യേകിച്ച് ഈ സ്വാമിജി ഇങ്ങനെ ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്വാമിജി. അപ്പോൾ വി ആർ സോ ലക്കി ടുഡേ ടു ഹാവ് സ്വാമിജി ഹിയർ. താങ്ക് യു സോ മച്ച് സ്വാമിജി, ആൻഡ് ലോങ് ലീവ്. ദി വേൾഡ് നീഡ് such people in this earth, because children of today and youth of today want people like you, Swamiji. I respect you, my love to you, and be happy and make everyone happy, Swamiji, as you said. Thank you so much. സ്വാമിജിക്ക് ഗുരുകുലത്തിൻ്റെ ഒരു ദക്ഷിണ എന്ന രീതിയിൽ നമ്മുടെ ആചാര്യൻ്റെ പുസ്തകമായ ഹാപ്പി ലൈഫും അദ്ദേഹത്തെക്കുറിച്ചുള്ള മറ്റ് 2 പുസ്തകങ്ങളും കൈമാറാൻ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സാറോട് ക്ഷണിക്കുന്നു. മോക്ഷപ്രദീപമുണ്ട്, എത്തിക്കാം. മോക്ഷപ്രദീപമുണ്ട്.